നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോൾസ് ആൻഡ് സീറോസ്. ഓക്കെ, അപ്പോൾ എന്താണ് പോൾസ് ആൻഡ് സീറോസ്? അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എൻ ഓഫ് എസ് ഈക്വൽ ടു പി ഓഫ് എസ് ഡിവൈഡ് ബൈ ക്യൂ ഓഫ് എസ്. അപ്പോൾ നമുക്കത് അസ്യൂം ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എ സീറോ ഇൻറ്റു എസ് റൈസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എസ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ഇൻറ്റു എസ് പ്ലസ് എ എൻ ഡിവൈഡഡ് ബൈ പി സീറോ എസ് റൈസ് ടു എം പ്ലസ് ബി വൺ എസ് റൈസ് ടു എം മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് ബി എം മൈനസ് വൺ ഇൻറ്റു എസ് പ്ലസ് ബി എം. അപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് ഫംഗ്ഷനാണ്. നമുക്കതിന് ഇതിൽ എ വൺ എ സീറോ എ വൺ അപ് ടു എ എൻ ആൻഡ് ബി സീറോ ബി വൺ ബി ടു അപ് ടു ബി എം ഇതെല്ലാം കോയിഫിഷ്യൻസ് ആണ്, റൈറ്റ്? അപ്പോൾ ഇതെല്ലാം റിയൽ ആൻഡ് പോസിറ്റീവ് കോയിഫിഷ്യൻ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഒരു നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോമിലാക്കി വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എൻ ഓഫ് എസ് ഈക്വൽ ടു പി എസ് ഡിവൈഡഡ് ബൈ ക്യു എസ് വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ എങ്ങനെയാവും? എ ഇൻറ്റു എസ് മൈനസ് ഇസഡ് വൺ ഇൻറ്റു എസ് മൈനസ് ഇസഡ് ടു ഇൻറ്റു എസ് മൈനസ് ഇസഡ് ത്രീ എക്സെട്ര അപ് ടു എസ് മൈനസ് ഇസഡ് എൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ ബി സീറോ ഇൻറ്റു എസ് മൈനസ് പി വൺ ഇൻറ്റു എസ് മൈനസ് പി ടു ഇൻറ്റു എസ് മൈനസ് പി ത്രീ പ്ലസ് നോട്ട് പ്ലസ് ഇൻറ്റു എക്സെട്ര അപ് ടു എസ് മൈനസ് പി എം. ഇത്രയും കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമാണ് നമ്മുടെ നെറ്റ്വർക്ക് ഫംഗ്ഷൻ. ഇതിൽ ന്യൂമറേറ്ററിലുള്ള എസ് മൈനസ് ഇസഡ് വൺ എസ് മൈനസ് ഇസഡ് ടു എസ് മൈനസ് ഇസഡ് ത്രീ അങ്ങനെ പോകുന്ന അതിൽ ആ ഇസഡ് വൺ ഇസഡ് ടു ഇസഡ് ത്രീ അപ് ടു ഇസഡ് എൻ ഇതിനെയാണ് ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ സീറോ എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിൽ എസ് മൈനസ് പി വൺ എസ് മൈനസ് പി ടു എസ് മൈനസ് പി ത്രീ എസ് മൈനസ് പി ഫോർ അപ് ടു എസ് മൈനസ് പി എം അതിൽ പി വൺ പി ടു പി ത്രീ പി ഫോർ അപ് ടു പി എം അതിനെയാണ് പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ ഇക്വേഷൻ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ പോൾസ് ആൻഡ് സീറോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഒരു ഫംഗ്ഷനിൽ നമുക്ക് എങ്ങനെ വേണോ ആവാം ആ എസിൻ്റെ ടേംസ്. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഇഫ് പോൾസ് ആൻഡ് സീറോസ് ആർ നോട്ട് റിപ്പീറ്റഡ് ദെൻ ഫംഗ്ഷൻ ഇസ് ഹാവിങ് സിമ്പിൾ പോൾസ് ഓർ സിമ്പിൾ സീറോ എന്ന് പറയുമ്പോൾ ഇസഡ് വൺ അതൊരൊറ്റ ടേമേ ഉള്ളൂ, ഇസഡ് ടു ഒരൊറ്റ ടേമേ ഉള്ളൂ, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ്. ഇപ്പോൾ സപ്പോസ് എസ് മൈനസ് ഇസഡ് വൺ അപ്പോൾ ഒരു സീറോ ഉള്ളൂ. സപ്പോസ് എസ് മൈനസ് ഇസഡ് വൺ ദ ഹോൾ സ്ക്വയർ, സോ രണ്ട് സീറോ ഉണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ വേറെയാണ്. സോ അപ്പം നോർമലി റിപ്പീറ്റ് ചെയ്യാത്ത കണ്ടീഷനിൽ ഫംഗ്ഷൻ ഇസ് ഹാവിങ് സിമ്പിൾ പോൾസ് ആൻഡ് സിമ്പിൾ സീറോ. ഓക്കെ, നെക്സ്റ്റ് ഇഫ് ദ പോൾസ് ആൻഡ് സീറോസ് ആർ റിപ്പീറ്റഡ് എങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇപ്പോൾ എസ് മൈനസ് ഇസഡ് വൺ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ എസ് മൈനസ് പി വൺ ദ ഹോൾ സ്ക്വയർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് ഹാവിങ് മൾട്ടിപ്പിൾ പോൾസ് ആൻഡ് മൾട്ടിപ്പിൾ സീറോസ്. ഓക്കെ, ഒന്നുമില്ല. ഇഫ് ഇറ്റ്സ് നോട്ട് റിപ്പീറ്റഡ് ദെൻ സിമ്പിൾ പോൾസ് ആൻഡ് സിമ്പിൾ സീറോസ്. ഇഫ് ദേ ആർ റിപ്പീറ്റഡ് ഫംഗ്ഷൻസ് ഹാവിങ് മൾട്ടിപ്പിൾ പോൾസ് ആൻഡ് മൾട്ടിപ്പിൾ സീറോസ്. ഓക്കെ, എക്സാമ്പിൾ നമുക്കൊരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ നോക്കാം. എൻ ഓഫ് എസ് ഈക്വൽ ടു എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ പ്ലസ് ജെ ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ മൈനസ് ജെ ടു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അതിൽ നിന്ന് ന്യൂമറേറ്റർ നോക്കുമ്പോൾ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ സോ ഇൻറ്റു എസ് പ്ലസ് ഫൈവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീറോ നോക്കാം. സീറോ നോക്കുമ്പോൾ എസ് പ്ലസ് വൺ, സോ എസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പം എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആണ്. സോ എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് വൺ അങ്ങനെ നമുക്ക് എഴുതാം. സോ എസ് ഈക്വൽ ടു മൈനസ് വൺ എസ് ഈക്വൽ ടു മൈനസ് വൺ രണ്ട് റൂട്ടുണ്ട്. ഓക്കെ, എസ് ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് എസ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. അതിൽ നിന്ന് എസ് മൈനസ് ഫൈവ് കിട്ടും. അപ്പോൾ നമ്മൾ പോൾസ് ആണെങ്കിലും സീറോസ് ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സീറോസ് ആണെങ്കിൽ ന്യൂമറേറ്റർ ഇക്വൽ ടു സീറോ, പോൾസ് ആണെങ്കിൽ ഡിനോമിനേറ്റർ ഇക്വൽ ടു സീറോ. അപ്പോൾ അങ്ങനെയാണ് എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ ചെയ്യുമ്പോൾ എസിന് മൈനസ് വൺ രണ്ട് വാല്യൂ കിട്ടും. എസ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ ചെയ്യുമ്പോൾ എസിന് മൈനസ് വൺ എന്നുള്ളൊരു ഒറ്റ വാല്യൂ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് പോൾസ്. അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ പ്ലസ് ടു ജെ ഇൻറ്റു എസ് പ്ലസ് ത്രീ മൈനസ് ടു ജെ അത് ഈക്വൽ ടു സീറോ. സോ എസ് ഈക്വൽ ടു മൈനസ് ടു. അതെങ്ങനെയാണ് കിട്ടിയത്? എസ് പ്ലസ് ടു ഈക്വൽ ടു സീറോ അതിൽ നിന്ന് എസ് മൈനസ് ടു എന്ന് കിട്ടി. എസ് പ്ലസ് ത്രീ പ്ലസ് ടു ജെ ഈക്വൽ ടു സീറോ അതിൽ നിന്ന് എസ് ഈക്വൽ ടു മൈനസ് ത്രീ മൈനസ് ടു ജെ എന്ന് കിട്ടി.
നൗ വൺ മോർ എസ് പ്ലസ് 3 മൈനസ് 2j ഈക്വൽ ടു 0. അതിൽ നിന്ന് എസ് മൈനസ് 3 പ്ലസ് 2j എന്ന് കിട്ടി. സോ അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന് 3 സീറോസും ഉണ്ട്, 3 പോൾസും ഉണ്ട്. അതിൽ സീറോസ് റിപ്പീറ്റഡ് ആണ്. -1 എന്ന് പറയുന്ന സീറോ റിപ്പീറ്റഡ് ആണ് 2 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പോൾസ് ആൻഡ് സീറോസ് എന്താണെന്ന് പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് റിപ്പീറ്റഡ്, ദെൻ സിമ്പിൾ പോൾ സിമ്പിൾ സീറോസ്. ദേ ആർ റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ പോൾസ് മൾട്ടിപ്പിൾ സീറോസ്. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കി, അതിൽ നിന്ന് പോൾസും സീറോസും എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നും നോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നെറ്റ്വർക്ക് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് 3 സീറോസും 3 പോൾസും ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ എസ് പ്ലെയിനിലേക്ക് ഡ്രോ ചെയ്യണം. എസ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ സിഗ്മ പ്ലസ് ജെ ഒമേഗ അതാണ് പ്ലെയിൻ. എക്സ് ആക്സിസിൽ സിഗ്മ, ദെൻ വൈ ആക്സിസിൽ ജെ ഒമേഗ. ഓക്കെ, അപ്പോൾ സീറോസ് എന്ന് പറയുന്നത് -1 എന്ന് പറയുന്ന എസ് ഈക്വൽ ടു -1 എന്ന പോയിൻറ്റിൽ 2 സീറോസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ -1 2 സർക്കിൾസ് ഇട്ടേക്കുന്നത്. ദെൻ -5 ഒരു സീറോയും കൂടെ ഉണ്ട്, സോ അതും മാക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പോൾസ് ആണ്. പോൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് -2 അത് നമ്മൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. പോൾസിന് സീറോസിന് 0 എന്ന്, പോൾസിന് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് -3 പ്ലസ് 2j ആൻഡ് -3 മൈനസ് 2j. -3 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ മുകളിലോട്ട് y ആക്സിസിൽ 2j, -3 പ്ലസ് 2j ആൻഡ് താഴോട്ട് -2jയുടെ അവിടെ -3 മൈനസ് 2j. അപ്പോൾ നമ്മളിത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് 3 സീറോസും 3 പോൾസും നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പോൾസ് ആൻഡ് സീറോസ് വെച്ച് ഒരു നെറ്റ്വർക്ക് സ്റ്റേബിൾ ആണോ അല്ലയോ, അതായത് സ്റ്റേബിളോ അൺസ്റ്റേബിൾ, നമുക്കതെങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത്, അപ്പോൾ നമുക്ക് പോൾസ് ആൻഡ് സീറോസ് നമ്മുടെ കയ്യിലുണ്ട്, നെറ്റ്വർക്ക് ഫംഗ്ഷൻ കയ്യിലുണ്ട്. അപ്പോൾ വെൻ റിയൽ പാർട്സ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആർ നെഗറ്റീവ്, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതിൽ പോൾസ് ആൻഡ് സീറോസിൻ്റെ റിയൽ പാർട്സ് എല്ലാം നെഗറ്റീവാണ്. സോ ദ നെറ്റ്വർക്ക് ഈസ് സ്റ്റേബിൾ. ഇതൊരു കണ്ടീഷൻ. നെക്സ്റ്റ്, പോൾസ് ആൻഡ് സീറോസ് മസ്റ്റ് ലൈ വിതിൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ എസ് പ്ലെയിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോർഷനിൽ ലെഫ്റ്റ് സൈഡിൽ, ഇപ്പോൾ ഈ മൈനസ് വരുന്ന ആ സൈഡ് പോൾസ് ആൻഡ് സീറോസ് ആണെങ്കിൽ നെറ്റ്വർക്ക് സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്ക് സ്റ്റേബിളാണോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ പോൾസ് ആൻഡ് സീറോസ് നമ്മൾ ഡിറൈവ് ചെയ്യുക. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വെദർ ദ നെറ്റ്വർക്ക് ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയാൽ അതിനകത്ത് കിട്ടും കൂടുതൽ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡയറക്റ്റ്ലി ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഡ്രോ ദ പോൾ സീറോ ഡയഗ്രാം ഫോർ ദ ഗിവൺ നെറ്റ്വർക്ക് ഫംഗ്ഷൻ IS ആൻഡ് ഹെൻസ് ഒബ്റ്റെയിൻ I of t. ഓക്കെ, അപ്പോൾ IS തന്നിട്ടുണ്ട്, അതിൻ്റെ പോൾ സീറോസ് കണ്ടുപിടിക്കുക, അത് നമ്മൾ എസ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുക, ദെൻ I of t കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്നത് I of s എന്താണ്? I of s ഓൾറെഡി തന്നിട്ടുണ്ട്. 20s ഡിവൈഡഡ് ബൈ s പ്ലസ് 5 ഇൻറ്റു s പ്ലസ് 2 എന്നാണ് കണ്ടീഷൻ. ഓക്കെ, 20s ഡിവൈഡഡ് ബൈ s പ്ലസ് 5 ഇൻറ്റു s പ്ലസ് 2. ഓക്കെ, നമ്മൾ n of s ഈക്വൽ ടു p of s ബൈ q of s എന്ന് എഴുതിയ പോലെ ഈ I of sനെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അപ്പോൾ നമുക്ക് p of s ഈക്വൽ ടു 20s, ദെൻ q of s ഈക്വൽ ടു s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 5. ഓക്കെ, അപ്പോൾ നമ്മൾ p of s ആൻഡ് q of s അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, I of s ഈക്വൽ ടു k1 ഡിവൈഡ് ബൈ s പ്ലസ് 2 പ്ലസ് k2 ഡിവൈഡഡ് ബൈ s പ്ലസ് 5. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് ആ ടേംസ്. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ IS കിട്ടി. അപ്പോൾ k1 k2 അവിടെ കോൺസ്റ്റൻസ് ആയിട്ട് ഇരിക്കട്ടെ. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് k1 k2 നമുക്ക് ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് I of t വിച്ച് ഇസ് ഈക്വൽ ടു k1 e റൈസ് ടു മൈനസ് 2t പ്ലസ് k2 e റൈസ് ടു മൈനസ് 5t. അപ്പോൾ നമുക്ക് k1 കിട്ടി, മീൻസ് IS കിട്ടി, പാർഷ്യൽ ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്തു, ദെൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു, ITക്ക് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് PS ആൻഡ് QS വേണം.
ഫസ്റ്റ് പി എസ്. അപ്പോൾ പി എസിൽ നിന്ന് നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എന്താണ്? സീറോസ് ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് കിട്ടുന്നത്. ന്യൂമറേറ്റർ ടേം ഈക്വൽ ടു 0 ആൻഡ് എസിന് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. സോ 20s ഈക്വൽ ടു 0. സോ വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു 0. സോ ആകെ ഒരു 0 ആണ് ഈ നെറ്റ് ഓഫ് ഫംഗ്ഷൻ ഉള്ളത്. ആ 0 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ, ദാറ്റ് ഈസ് ഒറിജിൻ, അവിടെയാണ് വരുന്നത്. അപ്പോൾ എസ് പ്ലെയിനിൽ ഒറിജിനിലാണ് നമുക്ക് എസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0 വരുന്നത്. നെക്സ്റ്റ് അപ്പോൾ സീറോസ് കഴിഞ്ഞു. നെക്സ്റ്റ് പോൾസ് കിട്ടാനായിട്ട് നമുക്ക് ഡിനോമിനേറ്റർ ക്യൂ ഓഫ് എസ് അതിന് നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ക്യൂ ഓഫ് എസ് ഈക്വൽ ടു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5. എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 ഈക്വൽ ടു 0. സോ എസ് ഈക്വൽ ടു -2 ആൻഡ് എസ് ഈക്വൽ ടു -5. സോ നമുക്ക് രണ്ട് പോൾ കിട്ടി. ഒന്ന് -2-ലാണ്, ഒന്ന് -5-ലാണ്. 0 ഒരെണ്ണേ ഉള്ളൂ, ദാറ്റ് ഈസ് അറ്റ് എസ് ഈക്വൽ ടു 0. അപ്പോൾ 0യും മാർക്ക് ചെയ്തു, -2 ആൻഡ് -5 പോൾസും മാർക്ക് ചെയ്തു.